കണ്ടിരിക്കാൻ കൊള്ളാം. ഒരു 800 അടിച്ചാൽ കൊള്ളാം. 800 CR 800 മൈലടിക്കും. ലോകേഷിന്റെ ഒരു ജയിലർ പണ്ടൽ അങ്ങനെ ഞാൻ പറയാം. ഓർഗാനിക് ആയിട്ട് വന്നിട്ടുള്ള ഹൈപ്പാണ് ഇത്. ഡയറക്ടേഴ്സ് വിങ്ങിലോ അങ്ങനെ കൊടുത്തൊരു സംഗതിയല്ല. സ്വാഭാവികമായിട്ട് ആ ഒരു സംഗതി ചിലപ്പോ സിനിമയെ ഇനി അങ്ങോട്ടേക്കുള്ള ഇതിൽ ബാധിക്കുമെന്നുള്ളത് അറിയില്ല. നാഗാർജുന പൊളിച്ച് ഹെവി, നാഗാർജുന അടിപൊളി. പിന്നെ രജനികാന്ത് പഴയ പോലെ തന്നെ, വേറെ കുറച്ച് വ്യത്യാസം. ലോകേഷിന്റെ കിട്ടിയ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ അമീർ ഖാൻ അതായത് ഗസ്റ്റ് റോളൊക്കെ വലിയ സംഭവമാണെന്ന് പ്രതീക്ഷിച്ച് പടം വന്ന് കാണരുത്. അല്ല, കാരണം ആമീർ ഖാൻ റോളൊന്നും ഒരു പ്രയോജനമില്ലാത്ത റോൾ പോലെ ആക്കി കളഞ്ഞു. ഉപേന്ദ്ര അവരെ വലിയൊരു റോൾ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ലോകേഷിന്റെ സിനിമയിലുള്ള ഏറ്റവും വേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ബാക്കി ആ പോർഷൻസ് ഒക്കെ ഒഴിച്ച് ഒരു നല്ല സിനിമ എന്ന രീതിക്ക് വേണമെങ്കിൽ വാച്ചബിൾ ആണ്. അല്ലാതെ ബാക്കിയുള്ളതൊന്നുമില്ല. വലിയ ഇത്ര ഹൈപ്പ് കൊടുത്തതിന്റെ ഒന്നും ആ പടത്തിൽ കാണുന്നില്ല. ഹൈ മൊമെന്റ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുള്ളൂ. ഒരു കണ്ടിന്യൂറ്റി ഇല്ല പടത്തിന്. മോഹൻലാലൊക്കെ വലിയ സാധനം ഇതൊക്കെ അത്രയ്ക്കൊന്നും ഇല്ല. ഇതിൽ ഒരു ഗസ്റ്റ് റോളൊന്നും ഒരു 5 minute ഫൈറ്റ് പോലും നമുക്ക് കുറച്ചൊരു 10 സെക്കൻഡ് കണ്ടിന്യൂസ് നമുക്കൊരു എനർജി സർജ് കിട്ടും. അതിനുശേഷം നമുക്കൊന്നും കിട്ടും. അങ്ങനത്തെ ഉള്ള ഫെക്സിൻസ് ഒക്കെ പ്രതീക്ഷ എന്താ കൂടിപ്പോയോണ്ടാണോ ഒരു എക്സ്പെക്ട് ചെയ്തത്? ഫസ്റ്റ് ഹാഫ് ഓവർ നല്ല രസമാണ്. വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഒന്നെന്ന് വെച്ചാൽ രണ്ടായിരം അത്ര ഹൈപ്പ് വെച്ചാൽ അന്യത്ത് ഒരേ സൂപ്പർ സ്റ്റാർ. കണ്ടിരിക്കാൻ കൊള്ളാം. ഒരു 800 അടിച്ചാൽ കൊള്ളാം. 800 CR 800 മൈലടിക്കും. കുഴപ്പമില്ല. പക്ഷേ എക്സ്പെക്ട് ചെയ്തതിന്റെ അത്ര ഒരു ഇതില്ല. ഒരു പവർ പാക്കഡ് ആയിട്ടുള്ള ഒരു ഫിലിം ആണോ എന്ന് ചോദിച്ചാൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ജയിലറിന്റെ അത്ര ഒരു മാസമൊന്നുമില്ല. വല്ലതും നമുക്ക് ഗൂസ് ബംസും ആ ഒരു സീനൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല എക്സ്ട്രീമിലി അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല. പവർ പാക്കഡ് ആയിട്ടുള്ള ഫിലിം എന്നാണ് ഞാൻ കരുതിയിട്ട് വന്നത്. പക്ഷെ അത്രത്തോളമൊന്നുമില്ല. അത്രത്തോളമൊന്നുമില്ല. പിന്നെ രജനിയുടെ കുറച്ചൊന്ന് കുഴപ്പമില്ല, കണ്ടിരിക്കാം. പക്ഷെ എക്സ്പെക്ട് ചെയ്ത് വരരുത്. ജയിലർ പവർ പാക്ഡ് സാധനമാണ്. അതിൽ ഓരോ ഇതും ഫുള്ളി നമുക്ക് എന്താ പറയുക, ഗൂസ് ബംസ് ആണ്. ഇതിൽ അങ്ങനത്തെ ഒരു മൊമെന്റ് ഇല്ല. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് അങ്ങനെയാണ്. അല്ലാതെ ഓവറോൾ കണ്ടിരിക്കാം. നല്ല ആവറേജ് ഇല്ല, കൊള്ളാം. പ്രതീക്ഷ കൂടിപ്പോയോണ്ടാണോ ഇനി ആ ലോകേഷിന്റെ ഒരു ജയിലർ അങ്ങനെയും പറയാം. കൊള്ളാം, പക്ഷെ ഒരു വട്ടം കാണാം. അമീർ ഖാൻ എങ്ങനെ ഉണ്ടായിരുന്നു? അമീർ ഖാൻ കൊള്ളാം, പക്ഷെ പ്രതീക്ഷ ലെവലൊന്നും ഇല്ല. പക്ഷെ കൊള്ളാം. എന്നാലും നമ്മള് ആ ഒരു യൂഷ്വൽ കമേഴ്ഷ്യൽ പടം കാണുന്ന ഒരു ഫീല്. ലോകേഷിന്റെ ഒരു ജയിലർ പണ്ടൽ അങ്ങനെയും പറയാം. പ്രതീക്ഷ ലോകേഷ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ട് കുറച്ച് സെന്റി കൊണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നല്ല സിനിമ. എല്ലാവരും എൻട്രി കിട്ടില്ല. മോശമായിരുന്നു, ഇഷ്ടപ്പെട്ടില്ല. പ്രതീക്ഷ കൂടിപ്പോയോണ്ടാണോ? അല്ല, മോശം റൈറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് ക്യാമിയോസ് എങ്ങനെയുണ്ട്? അമീർ ഖാൻ അങ്ങനെയൊക്കെ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. രജനി ഫാൻസിന് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. രജനി വളരെ കൃത്യമായിട്ട് തന്നെ രജനിയെ ക്ലിയർ ആയിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ലോകേഷ് കനകരാജിന്റെ ഫിലിമിൽ വളരെ അയാളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ ഡയറക്ഷനും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഈ വന്നിട്ടുള്ളൊരു ഹൈപ്പ് പടത്തിനെ ബാധിക്കുമോ എന്നുള്ളത് സംശയമുണ്ട്. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ഓർഗാനിക് ആയിട്ട് വന്നിട്ടുള്ളൊരു ഹൈപ്പാണ് ഇത്. ഡയറക്ടേഴ്സ് വിങ്ങിലോ അങ്ങനെ കൊടുത്തൊരു സംഗതിയല്ല. സ്വാഭാവികമായിട്ട് ആ ഒരു സംഗതി ചിലപ്പോൾ സിനിമയെ ഇനി അങ്ങോട്ടേക്കുള്ള ഇതിൽ ബാധിക്കുമെന്നുള്ളത് അറിയില്ല. എന്തായാലും നല്ലൊരു സിനിമയാണ്, നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്.